മെലിഞ്ഞു പോയല്ലോ, ഡയറ്റ് ആണോ? ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാൻ ആരെയും കിട്ടില്ല. എല്ലാവർക്കും ഒരു ചിന്താഗതി ഉണ്ട്. മീഡിയ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ അവർ വേറൊരു വഴി കൂടാണ് പോണത്. നാട്ടുകാർ അല്ലെങ്കിൽ സൊസൈറ്റി എനിക്ക് തന്ന ഏറ്റവും വലിയ ട്രോമയാണ് എൻ്റെ അമ്മയും ഞാനുമായിട്ടുള്ളൊരു ബോണ്ട് ബ്രേക്ക് ചെയ്തത്. ഹായ് ഹലോ, ദിസ് ഇസ് ആൽബി സേറ ബിജു. മോസ്റ്റ്ലി എല്ലാവർക്കും ആൽബി എന്നൊരു പേര് ഫെമിലിയർ ആയിരിക്കില്ല. എല്ലാവർക്കും എന്നെ സേറ എന്നൊരു പേരിലാണ് അറിയപ്പെടുന്നത്. സോ ഐ എം വർക്കിംഗ് ആസ് ആക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആങ്കർ, മോഡൽ, ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ എല്ലാവരെയും പോലെ തന്നെ ഞാനൊരു നോർമൽ ഫാമിലിയിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയാണ്. എൻ്റെ നാട് പത്തനംതിട്ടയാണ്. ഞാനിവിടെ കൊച്ചിയിലാണ് നിൽക്കുന്നത്. പത്തനംതിട്ട ആയതുകൊണ്ട് തന്നെ അതൊരു ഗ്രാമപ്രദേശമാണ്. അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരായാലും അവിടുത്തെ സൊസൈറ്റി, അവിടെ ആരും അങ്ങനെ അത്ര ഡെവലപ്ഡ് ഒന്നുമല്ല. സോ അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ സ്റ്റാർട്ട് ഇറ്റ് ലൈക്ക്, നിങ്ങളുടെ ഇൻറ്റൻഷൻസ് ഒക്കെ പ്യുവർ ആണോ? നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ തന്നെ പറ്റും. ഇറ്റ്സ് ലൈക്ക് എൻ്റെ ലൈഫ് സ്റ്റോറി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജനിച്ചത് തന്നെ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ഒരു ഫാമിലിയിലാണ്. എൻ്റെ അമ്മയുടെ വായിൽ നിന്ന് തന്നെ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം കേട്ടിട്ടുള്ള ഒരൊറ്റ വാക്കാണ്, നാട്ടുകാരെന്ത് പറയും. എൻ്റെ മോളെ പറ്റി നാട്ടുകാരെന്ത് പറയും. അത് കേൾക്കുമ്പം അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അത് ഓക്കെ, ഐ ക്യാൻ ഫീൽ ദാറ്റ്. ബിക്കോസ് അവരുടെ ഒരു ജനറേഷൻ അത് അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ പറയും ഇറ്റ്സ് ഓക്കെ അമ്മ പറഞ്ഞു, അത് അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, നമുക്ക് ചോദിച്ചാൽ പോരെ. ബട്ട് അങ്ങനെയല്ല. ഇറ്റ്സ് ലൈക്ക് അമ്മ ബേസിക്കലി എൻ്റെ പപ്പയും അമ്മയും ഭയങ്കര പാവമായിട്ടുള്ള ആൾക്കാരാണ്. ഈവൻ എൻ്റെ പപ്പ ഈസ് സോ സപ്പോർട്ടീവ്. പപ്പ ഈസ് ലൈക്ക്, നിനക്ക് എന്താ ഇഷ്ടം, നിന്റെ ഹാപ്പിനെസ്സിന് നിനക്ക് എന്താ ചെയ്യാൻ താല്പര്യം, നീ അത് ചെയ്തോ. നീ ഈവൻ ദോ നിനക്കൊരു ക്രിസ്ത്യനെ വിവാഹം ചെയ്യണം, ഹിന്ദുവോ മുസ്ലിം എന്തോ ആയിക്കോട്ടെ, അത് നിന്റെ ഇഷ്ടമാണ്, നിന്റെ പപ്പയും അമ്മയും നടത്തി തരും. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി നീ ഒളിച്ചോടുവോ, അല്ലെങ്കിൽ ഞങ്ങളെ ഇതാക്കിക്കൊണ്ട് നീ ഒളിച്ചോടുവോ, അങ്ങനെയൊന്നും ചെയ്യരുത്. അത്ര സപ്പോർട്ടീവായ ഒരു അപ്പയുടെ അമ്മയുടെ അഹങ്കാരിയായ, വാ തുറന്നാൽ തറുതല പറയുന്ന ഒരു മോളാണ് ഞാൻ. അങ്ങനെയാണ് നാട്ടുകാരെന്നെ കാണുന്നത്. സോ ദാറ്റ് ഞാൻ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങിയ ഒരു ടൈമിൽ എൻ്റെ അമ്മയുടെ അടുത്ത് എല്ലാവരും ചോദിച്ച കാര്യമാണ്, എന്തിനാണ് ഒരു പെങ്കൊച്ചിനെ CBSE വിട്ട് പഠിപ്പിക്കുന്നത്? ഇതൊക്കെ നാളെ എവിടെയെങ്കിലും പാത്രം കഴുകാനോ അല്ലെങ്കിൽ അടുക്കളപ്പണി ചെയ്യാനോ അങ്ങനെ കെട്ടിച്ചു വിടാനുള്ളതല്ലേ, എന്തിനാ ഇത്ര പൈസ മുടക്കി പഠിപ്പിക്കുന്നേ? ഇതേ നാട്ടുകാർ ഞാൻ 10th വരെ CBSE പഠിച്ചു കഴിഞ്ഞ് +1 +2 ഞാൻ സ്റ്റേറ്റിൽ പോയപ്പം ഇവർ തന്നെ പറഞ്ഞു, സ്റ്റേറ്റിൽ വിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയല്ലേ, സോ അവൾക്ക് മാർഗമൊന്നുമില്ല, ആ കൊച്ചൊരു തോന്നിയ പോലെ നടക്കണ അങ്ങനെ ഒരു കൊച്ചാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ലൈക്ക്, എൻ്റെ പപ്പ ഒരു ഗൾഫുകാരനാണ്. സോ ദേ ആർ ലൈക്ക്, അമ്മയും മോളും കൂടുതലും ഡ്രസ്സ് ചെയ്ത് നടക്കുകയാണ്, അവൻ്റെ കാശ് കളയാണ്. ഈവൻ ദോ ഐ എം ലൈക്ക്, എനിക്ക് ഡ്രസ്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ എപ്പോഴും ഒരുങ്ങി നടക്കണം, ഒരുങ്ങി കാണണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള രണ്ടാൾക്കാരാണ്. അപ്പോൾ അവരെനിക്ക്, ഈവൻ ദോ എൻ്റെ പപ്പ പൈസ ഉണ്ടാക്കുന്നത് ഇസ് ഫോർ മീ, ഈവൻ ദോ ഹി ആസ്ക്ഡ് മീ, മോളെ നിനക്ക് പൈസയുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പപ്പ എടുത്ത് പറയണേ, നിനക്ക് വർക്ക് ചെയ്ത് നിന്റെ പൈസ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നീ പപ്പ എടുത്ത് പറയണേ, ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പപ്പ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സോ ദാറ്റ് ഇത് നമ്മളിപ്പം സൊസൈറ്റിയെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ നമുക്ക് തന്നെ പിന്നെയുള്ള 1-2 ഡ്രസ്സ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളെപ്പറ്റി പറയും, അവളെല്ലാം പൂഴ്ത്തി വെച്ചേക്കുക, എന്തിനാ ഇവർക്ക് കയ്യിൽ പൈസ ഉണ്ടായിട്ട് ഇവരെന്തിനാ ഇതെല്ലാം പൂഴ്ത്തി വെച്ചേക്കണേ, ഇവർക്ക് വേറെന്തെങ്കിലും ചെയ്യാനാണോ, അതോ ലൈക്ക് ദാറ്റ് സോർട്ട് ഓഫ് ബ്ലാ ബ്ലാ തിങ്സ് എന്തായാലും അവർ പറയും. ദേ മേ ആസ്ക് ദാറ്റ്, അതിൽ ഞങ്ങളിപ്പോൾ എന്താ ചെയ്തേ? അവരത് ചിന്തിക്കുമ്പോൾ അവരൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ ഓരോ വാക്കുകളും അവർ കുത്തിപ്പറഞ്ഞ ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് എൻ്റെ അമ്മ അങ്ങനൊരു ഡിസിഷൻ എടുത്തത്. എൻ്റെ മോളെ പറ്റി ആരും ഒന്നും പറയണ്ട, ഇവരുടെ ഒന്നും ഫ്രണ്ടിൽ നിൽക്കാണ്ട് അവൾ എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. അവിടെ വെച്ച് തുടങ്ങിയതാണ് എൻ്റെ ഒരു ട്രോമയുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ അമ്മ വീട്ടിലൊക്കെ ആയതുകൊണ്ട് അമ്മ ഡോണ്ട് യൂസ് ടു, എൻ്റെ മുടി അങ്ങനെ വളർത്തൂല. ഞാൻ ഒരു 8th വരെ ഞാൻ ഒരു ടോംബോയ് ആയിട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത്. അമ്മയ്ക്കൊരു ഫിയർ ഉണ്ട്, ലൈക്ക് അവൾ സ്ട്രഗിൾ ചെയ്യണ്ട, മുടി കെട്ടാനൊന്നും സ്ട്രഗിൾ ചെയ്യണ്ട, അതുകൊണ്ട് ആ മുടി അങ്ങനെയാണ്, അങ്ങനെ നടക്കുമ്പം ലൈക്ക് ഐ ക്യാൻ ഗോ സ്കൂൾ. അങ്ങനെ അതുവരെ എൻ്റെ നാട്ടുകാർക്കൊന്നും വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു എൻ്റെ മുടിയൊന്നും അങ്ങനെ കിടക്കുന്നതിൽ. ഞാനെൻ്റെ മുടി വളർത്താൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ടാണ്, ബിക്കോസ് ഓഫ് സ്കൂളിലെ സ്റ്റീരിയോടൈപ്പ് കാരണം. ഐ സ്റ്റിൽ റിമെമ്പർ, എൻ്റെ ഒരു മാം എന്നോട് വന്ന് പേഴ്സണലി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സേറ ഇനി മുടി വളർത്തിയില്ലെങ്കിൽ ഫൈൻ അടിക്കും, പെൺപിള്ളേർ മുടി വളർത്തിയാൽ നടക്കാൻ പറ്റത്തുള്ളൂ, 2 സൈഡ് ബ്രേഡ് ചെയ്തിട്ടോണ്ട് വരണം. കേട്ടല്ലോ, അത് നമ്മൾ ചെറിയ കുട്ടിയല്ലേ, നമുക്കത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഐ വാസ് ലൈക്ക് ഓക്കെ,
അപ്പൊ പെൺപിള്ളേർ മുടി വളർത്തണം, ആൺപിള്ളേരാണ് മുടി വെട്ടേണ്ടത്, അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഞാൻ മുടി വളർത്താൻ തുടങ്ങി. ആൻഡ് പോകെ പോകെ എൻ്റെ ഒരു കുട്ടിക്കാലം അങ്ങനെ അങ്ങ് സ്പോയിലായിപ്പോയി. പക്ഷെ ആ ഒരു എനിക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഈവൻ ഞാൻ ചിന്തിച്ച ഒരു പോയിന്റ് ഉണ്ട്, എന്ത് ചെയ്താലും ഈ നാട്ടുകാർ നമ്മളെപ്പറ്റി കുറ്റങ്ങൾ കണ്ടുപിടിക്കും, അവർ പറയും. പിന്നെ ഇവരെ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ എന്തിനാ ജീവിക്കാൻ പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് വെൻ ഐ വാസ് സ്റ്റഡിങ് ഇൻ എൻ്റെ ഒരു 11th 12th ടൈമിലായിരുന്നു. എനിക്ക് ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ലൈക്ക് ഐ എം സോ കോൺഫിഡൻറ്റ്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം സോ കോൺഫിഡൻറ്റ് ബിക്കോസ് ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് എനിക്ക് അതിനുള്ളൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഐ ഹാവ് ദാറ്റ് ഫോട്ടോജെനിക് ഫേസ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് ഐ യൂസ് ടു ആസ്ക് എനിക്ക് അറിയാവുന്ന ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് ഐ ആസ്ക് ദാറ്റ്, ചേട്ടാ എൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്താമോ? ദ ഫസ്റ്റ് തിങ് ഹി ടോൾഡ് മീ ലൈക്ക്, നിനക്ക് എന്താ, നിന്റെ പ്രൊഫൈൽ ലൈൻ എന്തുണ്ട്, നിന്നെ എന്തിനാണ് ഞാൻ ഷൂട്ടിന് വിളിക്കണേ, ഞാൻ അതിനെ പറ്റി നീ ഇൻഫ്ലുവൻസർ അങ്ങനെ എന്തെങ്കിലും ആണോ നീ? സോ ഐ വാസ് ലൈക്ക് ഓക്കെ, അങ്ങനെ ഒരു സംഭവം ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഷൂട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫ്ലുവൻസർ ഒക്കെ ആവണം. അതേപോലെ തന്നെ ദ സെയിം ബോഡി ഷേമിങ് എനിക്ക് എന്താണോ എൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് കിട്ടിയത്, സെയിം തിങ് ഹാപ്പൻഡ് ഇവിടെ. ഈവൻ എൻ്റെ കുടുംബക്കാർ, എൻ്റെ നാട്ടുകാർ, ഈവൻ ഒരു ഫംഗ്ഷന് പോകുമ്പം ദേ യൂസ് ടു ആസ്ക് മീ. എൻ്റെ ഒരു 8th അഡോളിസെന്റ് ടൈമിൽ, ഞാൻ അഡോളിസെന്റ് സ്റ്റേജിലോട്ട് വരുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ ഐ വാസ് കുറച്ച് ചബ്ബിയായിരുന്നു, ഞാൻ ഡസ്കി സ്കിന്നൊക്കെ ആയിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ എൻ്റെ കുറേ ആൻറ്റിമാർ യൂസ് ടു സേ ദാറ്റ്, സേറ ഇത്രയും വണ്ണം വെച്ച് ഇങ്ങനെ വളർന്നു വന്ന ആര് കെട്ടാനാ? നിന്റെ അമ്മയെപ്പോലെ നീ തടിച്ചാവും, നിനക്ക് കെട്ടാൻ ആരെയും കിട്ടില്ല, നീ എന്ത് കറമ്പിയാ, നിനക്ക് കല്യാണം കഴിക്കാം. ബേസിക് തിങ് ഈസ് ദാറ്റ് ദേ യൂസ് ടു നമ്മുടെ മൈൻഡിലേക്ക് ഇടുന്നത്, ഡസ്കി ആണോ, തടിയുണ്ടോ, കല്യാണം കഴിക്കാൻ ആരെയും കിട്ടില്ല. ആൻഡ് ഞാൻ വളർന്നു വന്ന് ഈ സ്റ്റേജിൽ ഇപ്പോൾ ഇവരെന്നോട് ചോദിക്കുന്ന കാര്യം, മെലിഞ്ഞു പോയല്ലോ, ഡയറ്റ് ആണോ, ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാൻ ആരെയും കിട്ടില്ല. ഐ ഡോണ്ട് നോ എപ്പോഴാണ് ഈ ഒരു സാധനം ചേഞ്ച് ആവുകയെന്ന്. അങ്ങനെ ദ സെയിം തിങ് ഹാപ്പൻഡ് ഇവിടെ. എൻ്റെ ഫോട്ടോഗ്രാഫർ ഫ്രണ്ട് ആസ്ക് മീ, യു ആർ സോ ലീൻ ആൻഡ് ബോഡി സ്ട്രക്ചർ ഒന്നും അങ്ങനെ ഇല്ല. ബട്ട് ഐ ടോൾഡ് ദാറ്റ്, ചേട്ടാ ഐ ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. എന്തായാലും നിങ്ങൾ എൻ്റെ ഒരു ഫോട്ടോ എടുത്തെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് വരില്ല. ഐ ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. ബട്ട് അത്രയേറെ ഞാൻ അവിടെ എന്നെ ബോഡി ഷെയിം ചെയ്ത ആ ഒരു മൊമെന്റ് തൊട്ട് എനിക്കൊരു വാശി തുടങ്ങി. എന്തായാലും എൻ്റെ ആഗ്രഹങ്ങൾക്ക്, എൻ്റെ ഇഷ്ടങ്ങൾക്ക് പുറകെ ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ പോകാൻ തുടങ്ങി. ഞാൻ ഓഡീഷൻസിനൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അറ്റ് ദ എൻഡ് എൻ്റെ ഇൻറ്റൻഷൻസ് ഒക്കെ പ്യുവർ ആയിരുന്നു. ഐ ഹാവ് സ്ട്രഗിൾഡ് എ ലോട്ട്. പക്ഷേ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു ടൈമിൽ എൻ്റെ വീട്ടുകാർ വേറൊരു തരത്തിൽ എൻ്റെ വീട്ടിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായി. ദ സൊസൈറ്റി ദേ സ്റ്റാർട്ടഡ് ടു ആസ്ക് സംതിങ് ലൈക്ക്, എൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു ടൈമിൽ ഐ വാസ് വിയറിങ് സാരി, ഒരു സ്ലീവ്ലെസ് ബ്ലൗസ്. അപ്പം എൻ്റെ കുറച്ച് വയർ ഇങ്ങനെ കാണാം, നേവൽ ഈസ് നോട്ട് എക്സ്പോസ്ഡ്. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു അത്. അന്ന് തന്നെ എൻ്റെ കുടുംബക്കാർ സ്ലട്ടായിട്ട് എന്നെ സ്ലട്ട് ഷെയിം ചെയ്ത് കളഞ്ഞു. ഈവൻ എൻ്റെ അമ്മ ഇന്ന് എന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും അമ്മ ആദ്യമേ പോയിന്റ് ഔട്ട് ചെയ്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ, നീ ആദ്യം ഷൂട്ടിന് പോയപ്പം നിന്നെ എന്തുമാത്രമാണ് എല്ലാവരും ബോഡി ഷെയിം ചെയ്തത്. ബോഡി ഷെയിം ഓക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ സ്ലട്ട് ഷെയിം ചെയ്യുക, എല്ലാവർക്കും ഒരു ചിന്താഗതി ഉണ്ട്. മീഡിയ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ അവർ വേറൊരു വഴി കൂടാണ് പോണത്. അവർ അല്ലെങ്കിൽ കൊടുത്തും അങ്ങനെയൊക്കെയാണ് അവർക്ക് ചാൻസസ് കിട്ടുക. നോ, നെവർ. സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പുറത്തുണ്ട്. ഇപ്പം ഏതൊരു ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിലും അവിടെ എല്ലായിടത്തും ഡീമെറിറ്റ്സ് ഉണ്ട്, മെറിറ്റ്സും ഉണ്ട്. ഈവൻ ദോ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ മദ്രസയിലോ കുമ്പസാരിക്കാൻ പോയാൽ അവിടെ നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ എല്ലാവരും സേഫ് ആണെന്നാണ് വിചാരം. ഇല്ല, എല്ലായിടത്തും അവിടെ അതിൻ്റെതായിട്ടുള്ള ഡീമെറിറ്റ്സും മെറിറ്റ്സും ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്റൻഷൻസ് പ്യുവർ ആണെങ്കിൽ, ഇപ്പം ഈവൻ ദോ ഐ നോ എവിടെ നോ പറയണം എവിടെ എസ് പറയണം എന്ന് എനിക്ക് നന്നായിട്ട് എന്നിൽ നല്ല ബോധ്യമുണ്ട്. സോ ദാറ്റ് എൻ്റെ ഇന്റൻഷൻസ് പ്യുവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ആൾക്കാർക്ക് എന്നെ അറിയാവുന്നത് ഒരു ആങ്കർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലാണ്. സോ ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന ഈ ഒരു പോയിന്റിൽ ഞാൻ എന്നിൽ തന്നെ പ്രൗഡാണ്. ഞാൻ തീരുമാനിച്ചു എൻ്റെ ഹാപ്പിനെസ് ആണ് എനിക്ക് വലുത്. ഈവൻ നമ്മുടെ പേരൻസിനൊന്നും നമ്മുടെ കാര്യത്തിൽ പ്രശ്നമില്ല. ദെൻ നമ്മൾ എന്തിനാണ് വെറുതെ സൊസൈറ്റിയെ ബോധർ ചെയ്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കാൻ പോകുന്നത്? ഈവൻ ദോ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സൊസൈറ്റിയെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് ജീവിച്ചു,
നമുക്കൊരു വീഴ്ച വരുമ്പം ഒരിക്കലും ഈ സൊസൈറ്റിയിലുള്ളവർ വന്ന് പറയില്ല, മോളെ നീ നമുക്ക് വേണ്ടി സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ പറയണ പോലെയല്ലേ ജീവിച്ചേ, ഇപ്പൊ നിനക്കൊരു വീഴ്ച വന്നല്ലോ, സോ ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാം. നോബഡി, ആരും ഒരാൾ പോലും വരില്ല. ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കാണും, വേറെ ആരും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യാനോ അല്ലെങ്കിൽ പറഞ്ഞു തരാനോ നമുക്ക് വേണ്ടിയിട്ട് സഫർ ചെയ്യാനോ ആരും കാണില്ല. അറ്റ് ദ എൻഡ് നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ദ തിങ് ഇസ്, ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് എൻ്റെ സ്റ്റോറി നിങ്ങളുടെ അടുത്ത് പറയുന്നതിൽ വേറൊരു കാരണം കൂടെയുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഫാമിലിയിൽ ഒരു അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ ഇതേ കാരണം കൊണ്ട് അവരുടെ സ്വപ്നങ്ങളൊന്നും വേണ്ടാന്ന് വെച്ച് അവർ ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഇത് കേൾക്കുമ്പം അവരതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. ലൈക്ക് ശരിയാണല്ലോ, എന്തിനാണ് സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കാൻ പോകുന്നത്? നമ്മൾ എന്ത് നല്ലത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ പറയാനുള്ളത് എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കും. ദേ നീഡ് സം സ്റ്റഫ്. ഇറ്റ്സ് ലൈക്ക് സ്വന്തം വീട്ടിൽ ഒരു കാര്യം നടക്കുവാണെങ്കിൽ അത് നോർമലാണ്, മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അത് അബ്നോർമലാണ്. നമ്മുടെ സൊസൈറ്റിയുടെ തന്നെ മെയിൻ തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ജഡ്ജ് ചെയ്യാണ്. ബേസിക്കലി ആർക്കും ആരെ ജഡ്ജ് ചെയ്യാനുള്ളൊരു റൈറ്റ് ഇല്ല. ഈവൻ ദോ ഞാനൊരു ആംബിവേർട്ട് ആയിട്ടുള്ള ആളാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ ഒരു 20% ഞാൻ ഇൻട്രോവേർട്ട് ആണെങ്കിൽ എൻ്റെ ഒരു 80% ഞാൻ എക്സ്ട്രോവേർട്ട് ആണ്. പക്ഷെ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ളൊരു പെങ്കൊച്ചിനെ ജഡ്ജ് ചെയ്യുന്നതും ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു കുട്ടിയെ ജഡ്ജ് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ നിങ്ങളെ ആരെങ്കിലും അടക്കോ ഒതുക്കോ ഉള്ള കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ട്രാപ്പാണ്. എക്സാക്ട്ലി ഇറ്റ് ഈസ്. അതുപോലെ തന്നെയാണ് ആൺപിള്ളേരുടെ കാര്യത്തിലും. ഇറ്റ്സ് ലൈക്ക് അവൻ എക്സ്ട്രോവേർട്ട് ആണ്, അവൻ ഇങ്ങനെ നടക്കുന്ന കുറെ കൂട്ടുകെട്ടുകളുണ്ട്, അവൻ കഞ്ചാവാണ്, ദേ ആർ ലൈക്ക് ദാറ്റ് ബ്ലാ ബ്ലാ സ്റ്റഫ്. ഇപ്പൊ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു കുട്ടി മുടി മുറിച്ച് സ്റ്റഡൊക്കെ അടിച്ച് ടാറ്റു ഒക്കെ ചെയ്ത് അവള് മീഡിയയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ നടക്കുന്ന ഒരു കുട്ടി അവളൊരു സ്ലട്ടാണ്. ആ ഒരു ചിന്താഗതി മാറേണ്ട ടൈം കഴിഞ്ഞു. ആക്ച്വലി എല്ലാവർക്കും 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫാണ്. അവർക്ക് നിങ്ങൾ ഫ്രീഡം കൊടുക്കേണ്ട കാര്യമില്ല, സൊസൈറ്റി ഒരു ഫ്രീഡം കൊടുക്കേണ്ട കാര്യമില്ല. 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു എബിലിറ്റി ഉണ്ടാവും. അവർക്ക് അവരുടെ ലൈഫിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ഡിസൈഡ് ചെയ്യാനുള്ളൊരു എബിലിറ്റി അവർക്കുണ്ട്. സോ നോബഡി ഹാവ് ടു ഗീവ് ദം ഫ്രീഡം. അവർക്ക് അവരുടെ ഫ്രീഡം ഉണ്ട്, അവർ എൻജോയ് ചെയ്ത് ഇപ്പോഴത്തെ നമ്മുടെ ഏജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്താണോ അത് ഇടുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണോ അത് കഴിക്കുക, എവിടെ പോകണം, ആരുടെ കൂടെ ഒക്കെ ലൈഫ് ടൈം സ്പെൻഡ് ചെയ്യണം, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ 50-ആം വയസ്സിൽ ചെയ്യാൻ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ 23-ആം വയസ്സും 50-ആം വയസ്സും തമ്മിൽ വൈഡ് ഡിഫറൻസ് ഉണ്ട്. അതൊരിക്കലും നമുക്ക് നമ്മുടെ 50 ഏജിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ ഹ്യൂമൻസ് എപ്പോഴും എല്ലാവരെയും ജഡ്ജ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും. ഈവൻ ദോ പർദ്ദ ഇട്ടൊരു ചേച്ചി പോയി കഴിഞ്ഞാൽ, അല്ലേ പോട്ടെ ചെറിയ ടോപ്പ് ഇട്ടൊരു ചേച്ചി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പയ്യൻ പുറത്ത് സിഗരറ്റ് വലിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ടു ജഡ്ജ് എവരി വൺ. ചിലപ്പോൾ ഈവൻ ദോ കൂടുതൽ ജഡ്ജ് ചെയ്യാറുള്ളത് ഒരു ആണും പെണ്ണും നിൽക്കുമ്പോഴാണ്. അതാണ് ഇവിടെ കൂടുതലുമായിട്ടുള്ളത്, ഒരു ടൈപ്പ് ഓഫ് സദാചാര ചിന്താഗതി. ഇറ്റ്സ് ലൈക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ പറയണ പോലെ തന്തവായി ബി സ്റ്റാർട്ടഡ്, തള്ളവായി ബി സ്റ്റാർട്ടഡ്, ആ ഒരു ചിന്താഗതിയാണ്. നിങ്ങൾ ഇനിയെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ ഒരു വട്ടമെങ്കിലും ചിന്തിച്ച് നോക്കുക, നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ ചെയ്യാറില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അത് റൈറ്റും വേറൊരാൾ ചെയ്യുമ്പം അത് റോങ്ങുമാണ്, അങ്ങനൊരു ചിന്ത അല്ലെങ്കിൽ അങ്ങനൊരു ചിന്ത ഇനി കീപ്പ് ചെയ്യുന്നത് അത് തെറ്റല്ലേ? സോ വി ഹാവ് ഓൺലി വൺ ലൈഫ്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യുക, ബാക്കിയുള്ളവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കുക. വെറുതെ എന്തിനാണ് അവരുടെ ലൈഫിൽ കയറി അവരെയും ബോധർ ചെയ്ത് അത് പിന്നെ നമുക്കും ഒരു ഭാരമായിട്ട് നമ്മുടെ ചിന്താഗതിയും തെറ്റിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നത്? ലീവ് ദം ദ വേ ദേ ലൈക്ക്. അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. ഇനിയെങ്കിലും നിങ്ങളും ഒരിക്കലെങ്കിലും ആരെങ്കിലെ പറ്റി ജഡ്ജ് ചെയ്യുമ്പം നിങ്ങൾ ഈ ഒരു വാക്ക് ചിന്തിക്കുക, വി ലിവ് ഓൺലി വൺസ്. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ, അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവിക്കാം. സോ താങ്ക് യു. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ.